Hi, I am Sally. Welcome to Nano Gardens, Sally's World. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല ഒരു ട്രോപ്പിക്കൽ ഫ്ലവറിങ് ഓർണമെൻ്റൽ പ്ലാന്റിനെയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഹെലിക്കോണിയ റോസ്ട്രേറ്റ. നമ്മൾ സാധാരണ പടക്കവാഴ എന്ന് പറയും. അതുപോലെ പാരറ്റ്സ് ബീക്ക് എന്നും ഇതിന് മറ്റൊരു പേരുണ്ട്. ഇതിൻ്റെ ജന്മദേശം സൗത്ത് അമേരിക്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമാണ്. ചെടിയെ പരിശോധിച്ച് നോക്കാം. നോക്കിക്കേ, ഇതാണ് നിലനിരപ്പ്. നിലനിരപ്പിൽ നിന്ന് ഉയർന്ന് മേലേക്ക് വന്ന് അതിൻ്റെ ഉയരം നോക്കിയാൽ ഒരു 5 അടി മുതൽ 8 അടി വരെയൊക്കെ ഇതിന് ഉയരം വെക്കും. അതുപോലെ തന്നെ ഓരോ ചെടിയും പരിശോധിച്ചാൽ അതിൻ്റെ ഇലകൾക്ക് ഒരു 4 അടിയൊക്കെ വരെ നീളം വെക്കും. വശങ്ങളിലേക്കും 4 അടിയോ മുതൽ 6 അടി വരെയൊക്കെ വിസ്തൃതിയും വെക്കും. ഈ ഇലയുടെ അടിഭാഗം പീറ്റിയോളുകൾ താഴെ വരെയുണ്ട്. ഫോൾ സ്റ്റെം എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് ഇലകൾ നിൽക്കുന്നത്. ആ ഇലക്കൂമ്പുകളുടെ ഇടയിൽ നിന്നാണ് ഈ പൂക്കൾ വിടർന്നു വരുന്നത്. ഇപ്പം നമ്മൾ ഈ പുറത്തേക്ക് കാണുന്നത് ഇതിൻ്റെ ബ്രാക്റ്റുകളാണ്, പൂവിൻ്റെ ബ്രാക്റ്റുകളാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ മഞ്ഞ ഭാഗമാണ് ഇതിൻ്റെ പൂക്കൾ. നോക്കിക്കേ, കണ്ടില്ലേ? ഇതിൽ പല അതിൻ്റെ അഗ്രഭാഗമാണ് നമ്മൾ വെളിയിലേക്ക് കാണുന്നത്. ക്രീം കളറിൽ കാണുന്നത് അതിൻ്റെ അഗ്രഭാഗം. പടക്കങ്ങൾ മാല പോലെ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഓൾട്ടർനേറ്റ് അറേഞ്ച്മെൻ്റായിട്ട് ഈ ബ്രാക്റ്റുകൾ സ്ഥിതി ചെയ്യുന്നു. അതിനുള്ളിൽ പൂക്കൾക്കുള്ളിൽ തേനും ഉണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രാണികളും ചില പക്ഷികളുമൊക്കെ ഈ ചെടികളെ സന്ദർശിക്കാറുണ്ട്. ഈ ഫ്ലവറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല കടുത്ത ചുവപ്പ് നിറവും അരികുകളിൽ മഞ്ഞ നിറവും ആരെയും ആകർഷിക്കുന്ന നിറമാണ് ഇതിനുള്ളത്. എപ്പോഴും താഴേക്ക് തൂങ്ങിയാണ് ഇതിൻ്റെ പൂക്കൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ മുട്ട്. കണ്ടോ? ഇതിൽ നിന്നാണ് ഓരോ ബ്രാക്റ്റുകളായി, കണ്ടോ, മേലത്തെ ഒരു ബ്രാക്റ്റ് വിരിഞ്ഞിട്ടുണ്ട്, ഓരോ ബ്രാക്റ്റുകളായി വിരിഞ്ഞു വരുന്നു. ഇനി നമുക്ക് ഇവയെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നത്? ഒന്നാമതായി സൂര്യപ്രകാശം. നല്ല സൂര്യപ്രകാശത്തിലും നിൽക്കും, പാർഷ്യൽ ഷെയ്ഡിലും നിൽക്കും. എന്നാൽ പാർഷ്യൽ ഷെയ്ഡിൽ നിൽക്കുമ്പോഴാണ് ധാരാളമായി പൂക്കൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ നല്ല നിറം പൂക്കൾക്കുണ്ടാകുകയും ചെയ്യും. സൂര്യപ്രകാശം കൂടുമ്പോൾ ഇലകളൊക്കെ കരിയുവാൻ തുടങ്ങും. അപ്പോൾ ഒരു സെമി ഷെയ്ഡാണ് ഇവർക്ക് ഇഷ്ടം. രണ്ടാമതായി വാട്ടറിങ്. വാട്ടർ ഇഷ്ടമുണ്ട്, പക്ഷേ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ റൂട്ട് റോട്ട് വരും, വേരുകൾ ചെയ്യാൻ ആരംഭിക്കും. അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വളപ്രയോഗത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കൂടുതൽ വളമൊന്നും വേണ്ട. നടുമ്പോൾ മണ്ണിലാണെങ്കിൽ കുഴിയെടുത്ത് അതിനകത്ത് കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് നമുക്ക് നടാവുന്നതാണ്. അതല്ല, ചട്ടിയിലാണെങ്കിൽ അല്പം ചകിരിപ്പൊടിയും കൂടെ മണ്ണിനോടൊപ്പം ചേർക്കുന്നത് നല്ലതാണ്. പെസ്റ്റ്. സാധാരണയായി ഈ ചെടിക്ക് പെസ്റ്റ് ആക്രമണമൊന്നും
കാണുന്നില്ല. വളർത്താൻ വളരെ എളുപ്പമുള്ള ചെടിയാണ്. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് റൈസോമാറ്റസ് റൂട്ട് സ്റ്റോക്ക് എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ നടുന്നത്. നമ്മുടെ ഇഞ്ചിയൊക്കെ നടുകയല്ലേ, അതുപോലെ കഷ്ണങ്ങളാക്കി നമുക്ക് ധാരാളം ചെടികളെ ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചെടിയെ നട്ട് കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ഇത് നമുക്ക് പൂക്കൾ തരാൻ തുടങ്ങും. ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വേനലിലും വർഷത്തിലും പൂക്കൾ തരും. എല്ലാ കാലത്തിലും പൂക്കൾ തരുന്ന ഈ ചെടി നമ്മുടെ ഗാർഡന് ഒരു മുതൽക്കൂട്ടാണ്. ഇതിനെ നമ്മൾ സാധാരണയായിട്ട് ബൊക്കകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഇതിനെ നമ്മൾ സാധാരണയായി ബൊക്കകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതുപോലെ ഫ്ലവർ അറേഞ്ച്മെൻറ്റുകളിൽ ഉപയോഗിക്കും. മറ്റൊന്ന്, ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവയെ സെറ്റ് ചെയ്ത് മനോഹരമാക്കും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഹോം ഗാർഡനോ അതുപോലെ തന്നെ പബ്ലിക് സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു ഭാഗത്തോ സ്കൂളുകളുടെയോ ഹോസ്പിറ്റലുകളുടെയോ ഒക്കെ സ്ഥലമുള്ള ഏരിയകളിൽ പാർക്കുകളിലോ ഒക്കെ നല്ലവണ്ണം സെറ്റ് ചെയ്ത് നിർത്തിയാൽ ഇത് നല്ല ഭംഗിയുണ്ട്. അതുമാത്രമല്ല, ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിയുമ്പോൾ ആ ചെടികളെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുമായിരിക്കും. ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.